ഹായ് ഓൾ, എല്ലാവർക്കും V4 സിവിലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവരും ഇപ്പോൾ എക്സാം കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഒരുപാട് പ്രതീക്ഷയോടെ നമ്മൾ വെയിറ്റ് ചെയ്തൊരു എക്സാമാണ് PWD ഇറിഗേഷൻ അല്ലെങ്കിൽ ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാം. അപ്പോൾ എല്ലാവർക്കും എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളതെന്നൊന്ന് ഫസ്റ്റ് നോക്കാം. SOM സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. എസ്സേന്ന് 5 ക്വസ്റ്റ്യൻസ്, ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്ന് 8 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ദെൻ ഹൈഡ്രോളജിയിൽ നിന്ന് 4 ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. ഇറിഗേഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ദെൻ സർവേയിങ്ങിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി സർവേയിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷന് 10 മാർക്കിന്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിന് 3 മാർക്കിനെ വന്നിട്ടുള്ളൂ. ദെൻ എൻവയോൺമെൻറ്റിൽ നിന്ന് 8 മാർക്കിന്. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രക്ചറൽ സബ്ജക്റ്റ്, അതായത് RCCന്ന് നമുക്ക് 23 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ, ജിയോ ടെക്നിക്കൽ 11 ക്വസ്റ്റ്യൻ, ട്രാൻസ്പോർട്ടേഷന് 10 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇനി വരുന്ന എക്സാമുകൾക്കാണെങ്കിലും RCC പോലെയുള്ള സ്ട്രക്ചറൽ സബ്ജക്റ്റിന് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഇനി പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. First question, the point at which the stress strain curve of a material ceases to be a straight line is called. അതായത് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ ഏത് പോയിന്റ് തൊട്ടാണ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻസിൽ ഉണ്ടായിരുന്നത് ഇലാസ്റ്റിക് ലിമിറ്റ്, ഓപ്ഷൻ ബി ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി, ഓപ്ഷൻ സി ഈൽഡ് പോയിന്റ് ആൻഡ് ഓപ്ഷൻ ഡി അൾട്ടിമേറ്റ് സ്ട്രെസ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ബെൻഡിങ് മൊമെൻറ്റ്. ബെൻഡിങ് മൊമെൻറ്റിനെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായി വരുന്നത് ഏതാണെന്നാണ്. ഓപ്ഷൻ എ, ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആൽജിബ്രിക് സം ഓഫ് ദി മൊമെൻറ്റ്സ് ഓഫ് ഓൾ ദ ഫോഴ്സസ് ടു ദ ലെഫ്റ്റ് ഓഫ് എ സെക്ഷൻ. Option B, bending moment is the algebraic sum of the moments of all the forces to the right of a section. And option C, bending moment is defined as the algebraic sum of the moments of all the forces either to the left or to the right of a section. And option D, all of the above. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ എക്സാക്റ്റ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡെഫിനിഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. പക്ഷെ ഇവിടെ ഓൾ ഓഫ് ദി എബോവും കൂടി ഉള്ളതുകൊണ്ട് മേ ബി നമുക്ക് ഇനി കീ വന്നതിന് ശേഷം ഫൈനലൈസ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സൺഷെയ്ഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ബീം. സൺഷെയ്ഡ് ഏത് ടൈപ്പ് ബീമിന് എക്സാമ്പിൾ ആണെന്നുള്ളതാണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓപ്ഷൻ ബി കണ്ടിന്യൂസ് ബീം, ഓപ്ഷൻ സി ഫിക്സ്ഡ് ബീം, ഓപ്ഷൻ സി കണ്ടിന്യൂസ് ബീം ആൻഡ് ഓപ്ഷൻ ഡി കാൻഡിലിവർ ബീം. അപ്പോൾ നമുക്കറിയാം നമ്മൾ സൺഷെയ്ഡുകൾ കൊടുക്കുന്നത് എങ്ങനെയായിട്ടാണ്? കാൻഡിലിവർ ബീമായിട്ടാണ് സൺഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If L is the unsupported length of a compression member, then the effective length of compression member effectively held in position at both ends but not restrained against rotation. രണ്ട് എൻഡിലും ഫിക്സ്ഡ് ആണ്. എങ്ങനെയാണ്? ബട്ട് നോട്ട് റെസ്ട്രെയിൻഡ് അഗെയിൻസ്റ്റ് റൊട്ടേഷൻ. അങ്ങനെയുള്ള കേസിൽ എന്താണ് വരുന്നത് എന്നുള്ളതാണ്. 0.65 L, ഓപ്ഷൻ ബി 0.8 L, ഓപ്ഷൻ സി L, ഓപ്ഷൻ ഡി 2L. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി L ആണ്. ഓക്കെ, ആ ഫിക്സ്ഡ് ഓരോ സപ്പോർട്ടിലുള്ള കണ്ടീഷൻ അനുസരിച്ചാണ് വാല്യൂ മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇഫ് എം ഈസ് ദ ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് EI ഈസ് ദ ഫ്ലെക്ചറൽ റിജിഡിറ്റി ഓഫ് എ ബീം. അപ്പോൾ ഒരു ബീമിൻ്റെ ഫ്ലെക്ചറൽ റിജിഡിറ്റി EI ആണ്, ബെൻഡിങ് മൊമെൻറ്റ് M ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു ബെൻഡിങ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഡ്യൂ ടു ബെൻഡിങ് ഉള്ള സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ഇൻ്റഗ്രൽ 0 to L m² dx by 2EI, ഓപ്ഷൻ ബി ഇൻ്റഗ്രൽ 0 to L m² dx by EI, ഓപ്ഷൻ സി ഇൻ്റഗ്രൽ 0 to L m² dx by 4EI ആൻഡ് ഓപ്ഷൻ ഡി ഇൻ്റഗ്രൽ 0 to L 2m² dx by EI. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ഇൻ്റഗ്രൽ 0 to L m² 2EI by dx എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The degree of indeterminacy of a propped cantilever beam subjected to inclined external loading is equal to.
ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 0 ആൻഡ് ഓപ്ഷൻ ഡി 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രൊപ്പഡ് കാൻറ്റിലിവർ ബീം എന്ന് വെച്ചാൽ ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്, അനദർ എൻഡ് റോൾഡ് സപ്പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഫിക്സഡ് സപ്പോർട്ടിൽ നമുക്ക് 3 റിയാക്ഷൻസ് ആണ് വരുന്നത്, റോളഡിലാണെങ്കിൽ ഒരൊറ്റ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് 3 + 1 4 എന്ന് കിട്ടി. നമ്പർ ഓഫ് റിയാക്ഷൻസ് 4. ദെൻ ഇനി നമുക്ക് എന്താ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കാണാൻ എന്താണ് ചെയ്യേണ്ടത്? ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് റിയാക്ഷൻസ് മൈനസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ്. ഇക്വിലിബ്രിയം ഇക്വേഷൻസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 3 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 4 - 3 വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The influence line diagrams can be used for determining. അപ്പോൾ നമ്മൾ ILDs ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഡെഡ് ലോഡ് ഓൺ ദ സ്ട്രക്ചർ, ഓപ്ഷൻ ബി ലൈവ് ലോഡ് ഓൺ ദ സ്ട്രക്ചർ, ഓപ്ഷൻ സി പൊസിഷൻ ഓഫ് ലോഡ്സ് ഫോർ മാക്സിമം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ്. അപ്പോൾ നമ്മൾ ILDs യൂസ് ചെയ്യുന്നത് എന്തിനാണ്? മാക്സിമം ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റിനും ഇതിലുള്ള പൊസിഷൻ ഓഫ് ലോഡിങ്സ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. Next one, following assumptions are made while developing slope deflection method of analysis of a structure. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡുകൾ പറഞ്ഞതിൽ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ നമ്മൾ ഏതൊക്കെ അസംഷൻസ് ആണ് ഉള്ളത് എന്നാണ്. ഓപ്ഷൻ എ ഓൾ ജോയിൻറ്റ്സ് ആർ റിജിഡ്, ഓപ്ഷൻ ബി ഷിയർ ഡിഫോർമേഷൻസ് ആർ നെഗ്ലെക്റ്റഡ്, ഓപ്ഷൻ സി ഡിസ്റ്റോഷൻസ് ഡ്യൂ ടു ആക്സിയൽ ഡിഫോർമേഷൻസ് ആർ നെഗ്ലെക്റ്റഡ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ ഈ 3 കാര്യങ്ങളും അസംഷനായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ഓൾ എന്നുള്ള ആൻസറാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ നോക്കാം. In the moment distribution method of analysis, the ratio of the moment shared by a member to the applied moment at the joint is called. അപ്പോൾ എന്താണ് ചോദിച്ചിട്ടുള്ളത്? മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ നമ്മളുടെ ഒരു ഒരു മെമ്പറിൽ നിന്നും ഷെയർ ചെയ്യുന്ന മൊമെൻറ്റിൻ്റെയും അപ്ലൈഡ് മൊമെൻറ്റിൻ്റെയും റേഷ്യോനെ നമ്മൾ പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ദാറ്റ് മെമ്പർ, ഓപ്ഷൻ ബി സ്റ്റിഫ്നെസ് ഓഫ് ദി ബീം, ഓപ്ഷൻ സി റിലേറ്റീവ് സ്റ്റിഫ്നെസ് ഓഫ് ദി ബീം ആൻഡ് ഓപ്ഷൻ ഡി ക്യാരി ഓവർ ഫാക്ടർ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കേസാണ്. നമ്മൾ ഷെയർ ചെയ്യുന്ന മൊമെൻറ്റും അതേപോലെ അപ്ലൈഡ് മൊമെൻറ്റും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഓഫ് ദാറ്റ് മെമ്പർ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An example of a statically determinate structure is. സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഏതാണെന്നാണ്. ഓപ്ഷൻ എ 3 hinged arch, ഓപ്ഷൻ ബി 2 hinged arch, ഓപ്ഷൻ സി സിംഗിൾ hinged arch ആൻഡ് ഓപ്ഷൻ ഡി ഫിക്സ്ഡ് ആർച്ച്. അപ്പോൾ ഇതിൽ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 3 hinged arch ആണ്. ബാക്കി 3ൻ്റെയും 2 hinged archലും സിംഗിൾ hinged archലും ഫിക്സ്ഡ് ആർച്ചിലും നമുക്ക് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആണ്. അതായത് അവിടുത്തെ റിയാക്ഷൻ വെച്ചിട്ട് മാത്രം നമുക്ക് ആ ഒരു സ്ട്രക്ചറിനെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. Okay, next one. In vortex motion in which the fluid particles travel along circular path, the magnitude of the velocity of the fluid particle is found to be. Option A constant along the circular path, option B varying along the circular path, option C varying in a direction perpendicular to circular path and option D 0 എന്നുള്ളതാണ്. ഇവിടെ കറക്റ്റ് വരുന്നത് കോൺസ്റ്റൻറ്റ് അലോങ് ദ സർക്കുലർ പാത്താണ്. ഓക്കെ, നമ്മുടെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിലാണ് വോർട്ടെക്സ് മോഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻ ദ കേസ് ഓഫ് എ ഫ്ലൂയിഡ് ഫ്ലോയിങ് അണ്ടർ കോൺസ്റ്റൻറ്റ് ഹെഡ് എഡ്ജ് ത്രൂ എ സർക്കുലർ ഒറിഫൈസ് ഫിക്സ്ഡ് ഇൻ ദ സൈഡ് വാൾ ഓഫ് എ ലാർജ് കണ്ടെയ്നർ, ദ കോയിഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി CV. CVയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് വേരീസ് ഫ്രം 0.95 to 0.98. ഓപ്ഷൻ ബി സ്ലൈറ്റ്ലി സ്മോളർ ദാൻ യൂണിറ്റി, സ്ലൈറ്റ്ലി ലാർജർ ദാൻ യൂണിറ്റി ആൻഡ് ഓപ്ഷൻ ഡി യൂണിറ്റി. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ CVൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? വേരീസ് ഫ്രം 0.95 to 0.98 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് റിയാക്ഷൻ ടർബൈൻ? റിയാക്ഷൻ ടർബൈനിനെ കുറിച്ച് താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. ഓപ്ഷൻ എ, വാട്ടർ എൻറ്റേഴ്സ് ദ ടർബൈൻ അണ്ടർ പ്രഷർ, ഹെൻസ് ഇറ്റ് ഹാസ് എ പ്രഷർ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഓപ്ഷൻ ബി, ഇൻ ആക്സിയൽ ഫ്ലോ ടർബൈൻസ് the flow is parallel to the axis of the wheel, and option C, both A and B. Option D, none. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മുടെ റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ തന്നിട്ടുള്ള ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും കറക്റ്റാണ്. അതായത് വാട്ടർ എൻറ്റേഴ്സ് ത്രൂ ടർബൈൻ അണ്ടർ പ്രഷർ, അതുകൊണ്ട് തന്നെ അവിടെ പ്രഷർ എനർജിയും കൈനറ്റിക് എനർജിയും ഉണ്ട്. അതുപോലെ തന്നെ ആക്സിയൽ ഫ്ലോ ടർബൈൻസിൽ ഫ്ലോ ഈസ് പാരലൽ ടു ദ ആക്സിസ് ഓഫ് ദി വീലാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി, ബോത്ത് എ ആൻഡ് ബി എന്നുള്ള ആൻസറാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. Centrifugal pumps are classified into volute pumps and diffuser pumps based on option A, position of shaft, option B, type of casing, option B, number of stages, and option D, section. അപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിനെ എന്തിൻ്റെ ടൈപ്പ് ഓഫ് കേസിങ്ങിൻ്റെ ബേസിലാണ് വൊളൂട്ട് പമ്പ് അതുപോലെ തന്നെ ഡിഫ്യൂസർ പമ്പ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി, ടൈപ്പ് ഓഫ് കേസിംഗ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. In the case of floating bodies, the condition of stable equilibrium is obtained when the metacenter. നമ്മളുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ, ലൈസ് എബോവ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻറ്റർ ഓഫ് ബോയൻസി, ലൈസ് ബിലോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ലൈസ് എബോവ് സെൻറ്റർ ഓഫ് ബോയൻസി. ഓപ്ഷൻ സി, കോയിൻസൈഡ് വിത്ത് സെൻറ്റർ ഓഫ് ബോയൻസി. ഓപ്ഷൻ ഡി, കോയിൻസൈഡ് വിത്ത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പോൾ നമുക്കറിയാവുന്ന കേസാണ്. ഒരു ഫ്ലോട്ടിംഗ് ബോഡീസിൻ്റെ കേസിൽ കണ്ടീഷൻ ഓഫ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എപ്പോഴാണ്? മെറ്റാ സെൻറ്റർ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റീൻ്റെയും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് ബോയൻസിൻ്റെയും എബോ കിടക്കുന്ന സമയത്ത്. അപ്പോൾ ഓപ്ഷൻ എ, ലൈസ് എബോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് സെൻറ്റർ ഓഫ് ബോയൻസി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, എ ഹൈഡ്രോഗ്രാഫ് റെപ്രസെൻറ്റ്. ഹൈഡ്രോളജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോഗ്രാഫ് എന്ന് വെച്ചാൽ അതിലെന്തൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഗ്രാഫിക്കൽ പ്ലോട്ട് ഓഫ് എ സ്ട്രീം ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് ദ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് ഓഫ് time of the discharge was exceeded. Option B, cumulative flow volume versus time curve. Option C, temporal variation of total runoff at a ഗേജിങ് പോയിന്റ് ഇൻ എ സ്ട്രീം, ആൻഡ് ഓപ്ഷൻ ഡി, നൺ. അപ്പോൾ ഇതിൽ ഹൈഡ്രോഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ക്യുമുലേറ്റീവ് ഫ്ലോ വോളിയം വേഴ്സസ് ടൈമാണ്. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ക്യുമുലേറ്റീവ് ഫ്ലോ വോളിയുമാണ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻഫിൽട്രേഷൻ പ്രോപ്പർട്ടി ഓഫ് എ സോയിൽ ഡിപ്പെൻഡ്സ് ഓൺ. ഇൻഫിൽട്രേഷൻ സോയിലിൽ നടക്കുകയാണെങ്കിൽ അവിടെ ഉള്ള എന്തൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഇൻഫിൽട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓപ്ഷൻ എ, സോയിൽ പ്രോപ്പർട്ടീസ്. ഓപ്ഷൻ ബി, ഇനീഷ്യൽ സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ്. ഓപ്ഷൻ സി, പ്രീവിയസ് വെറ്റിംഗ് ഹിസ്റ്ററി. ഓപ്ഷൻ ഡി, ഓൾ. അപ്പോൾ നമ്മളുടെ ഒരു ഇൻഫിൽട്രേഷൻ്റെ കപ്പാസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് അവിടുത്തെ സോയിൽ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇനീഷ്യൽ സോയിലിലുള്ള ഇനീഷ്യൽ മോയ്സ്ചർ കണ്ടൻറ്റ് എന്താണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് വെറ്റിംഗ് ഹിസ്റ്ററി. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. വെൽ yield പെർ യൂണിറ്റ് ഡ്രോ ഡൗൺ ഇൻ ദ വെൽ ഈസ് നോൺ ആസ് ദ സ്പെസിഫിക് yield, സ്പെസിഫിക് റിട്ടൻഷൻ, സ്പെസിഫിക് കപ്പാസിറ്റി ആൻഡ് കോൺ ഓഫ് ഡിപ്രഷൻ. അപ്പോൾ നമ്മുടെ yield പെർ യൂണിറ്റ് ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് എന്തിനെയാണ്? സ്പെസിഫിക് കപ്പാസിറ്റീനെയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, then application of hydraulic jump include option A, dissipation of energy of flow downstream of hydraulic structures. Option B, the maintenance of high water levels in channels. Option C, mixing of chemicals for water purification, and option D, all. അപ്പോൾ നമ്മൾ ഹൈഡ്രോളിക് ജമ്പ് യൂസ് ചെയ്യുന്ന അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നതിൽ എന്തൊക്കെയുണ്ട്? പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ വാട്ടർ ലെവൽ ചാനൽസിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഡിസിപ്പേഷൻ ഓഫ് എനർജി ഓഫ് ഫ്ലോ ഡൗൺ സ്ട്രീം ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇവിടെ കറക്റ്റ് എയും ബിയും സിയും കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി, ഓൾ എന്നുള്ള ആൻസറാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, next one, if the coefficient of variation of the annual rainfall for a region is found to be 15, then it is option A, region of high rainfall. Option B, region of scanty rainfall. Option C, snowy region, and option D, none.
അപ്പോൾ ഇവിടെ നമുക്ക് സി വിയുടെ വാല്യൂ ആണ് എന്ത് 15 ആണെന്ന് തന്നിട്ടുള്ളത്. സി വിയുടെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 15 to 70 ആണ്. അപ്പോൾ അതിൽ നിയർ ടു 15 ആണെങ്കിൽ ഹൈ റെയിൻഫോൾ ആണ്, നിയർ ടു 70 ആണെങ്കിൽ സ്കാൻഡി റെയിൻഫോൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് സി വി ഈക്വൽ ടു 15 ആണ് തന്നിട്ടുള്ളത്. ദർഫോർ ഓപ്ഷൻ എ റീജിയൻ ഓഫ് ഹൈ റെയിൻഫോൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ എക്സാമ്പിൾ ഓഫ് ലെവൽ സർഫസ് ഈസ് ഓപ്ഷൻ എ ടോപ്പ് സർഫസ് ഓഫ് എ ഡൈനിങ് ടേബിൾ, ഓപ്ഷൻ ബി ഫ്ലോർ സർഫസ് ഓഫ് എ ബിൽഡിംഗ്, ഓപ്ഷൻ സി സ്റ്റിൽ വാട്ടർ സർഫസ് ഓഫ് എ ലൈക്ക് ആൻഡ് ഓപ്ഷൻ ഡി സർഫസ് ഓഫ് എ പീസ് ഓഫ് പ്ലൈവുഡ്. അപ്പോൾ നമുക്ക് സർവേയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെവലിങ്ങിൻ്റെ പോർഷനിൽ ഫസ്റ്റ് വരുന്ന ലെവൽ സർഫസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം സ്റ്റിൽ വാട്ടർ ഓഫ് എ സർഫസ് ഓഫ് എ ലൈക്കാണ് നമ്മൾ ലെവൽ സർഫസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇവിടെ ബൗണ്ടറി ഓഫ് ലൈക്കാണ് തന്നിട്ടുള്ളത്, നമുക്ക് കോണ്ടൂർ ലൈൻ ആവും വരുന്നുണ്ടാവുക. അപ്പോൾ ലെവൽ സർഫസിന് എക്സാമ്പിൾ വരുന്നത് സർഫസ് ഓഫ് എ ലൈക്കാണ്. Okay, next one. When the contour lines having the same contour interval are farther apart, it is show A. Option A gentle slope, option B very steep slope, option C plain surface and option D ridge or valley. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? കോണ്ടൂർ ലൈൻസിന് സെയിം കോണ്ടൂർ ഇൻ്റർവെല്ലാണ്, പക്ഷെ ആ കോണ്ടൂർ ലൈൻസ് എല്ലാം ഫാർ അപ്പാർട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുന്നത് ഏത് കേസിലാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ജെൻറ്റിൽ സ്ലോപ്പാണ് കറക്റ്റ് ആൻസർ. ഫാർ അപ്പാർട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ജെൻറ്റിൽ സ്ലോപ്പാണ്, ക്ലോസ് ടുഗദർ ആണെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്പാവും വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ജെൻറ്റിൽ സ്ലോപ്പാണ്. ഓക്കെ, ദെൻ ഒരു പ്രോബ്ലമാണ് നമ്മളുടെ ഏരിയ ആൻഡ് വോളിയം എന്നുള്ള പോർഷൻ എന്നുള്ള. ഇഫ് 3 കോൺസിക്യൂട്ടീവ് ഓർഡിനേറ്റ്സ് ആർ ടേക്കൺ അറ്റ് 2 meter ഇൻ്റർവെൽസ് ഫ്രം എ ട്രാവേഴ്സ് ലൈൻ ആൻഡ് മെഷേർഡ് ആസ് 1.8 meter, 2.5 meter ആൻഡ് 2 meter, then the area between the traverse line, the first and last coordinates and the boundary by trapezoidal rule. അപ്പോൾ ട്രപ്പിസോയിഡൽ റൂൾ യൂസ് ചെയ്തിട്ട് ഏരിയ കാണാനാണ്. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 21.6 meter square, ഓപ്ഷൻ ബി 17.6 meter square, ഓപ്ഷൻ സി 8.8 meter square ആൻഡ് ഓപ്ഷൻ ഡി 7.6 meter square. അപ്പോൾ ഇവിടെ നമുക്ക് 2 meter ഇൻ്റർവെല്ലാണ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഡി ഈക്വൽ ടു 2 meter. ട്രപ്പിസോയിഡൽ റൂൾ പ്രകാരം ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഈസ് d/2 ഇൻറ്റു ഫസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് പ്ലസ് 2 ഇൻറ്റു ഇൻ്റർമീഡിയറ്റിംഗ് ഓർഡിനേറ്റ്സ്. അപ്പം നമുക്ക് ഇവിടെ എന്തുണ്ട്? ആകെ 3 ഓർഡിനേറ്റ്സേ ഉള്ളൂ. ഫസ്റ്റ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് തേർഡ് ഓർഡിനേറ്റ്, 2 ഇൻറ്റു സെക്കൻഡ് ഓർഡിനേറ്റ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. d/2 ഈസ് 2/2, ഫസ്റ്റ് ഓർഡിനേറ്റ് 1.8 പ്ലസ് ലാസ്റ്റ് ഓർഡിനേറ്റ് ഈസ് 2 പ്ലസ് 2 ഇൻറ്റു മിഡിൽ ഓർഡിനേറ്റ് ഈസ് 2.5. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 3.8 പ്ലസ് 5 എന്ന് വിച്ച് ഈക്വൽ ടു 8.8 meter square. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ സി 8.8 meter square എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ട്രപ്പിസോയിഡൽ റൂൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. Then next one, the error in the horizontal circle readings due to the line of collimation not being perpendicular to the Trunnion axis is eliminated by option A taking reading on the different parts of the horizontal circle and option B taking readings on both the faces, option C removing the parallax and option D transiting the telescope. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ സർക്കിളിലുള്ള എറർ, ലൈൻ ഓഫ് കോളിമേഷൻ ട്രുണിയൻ ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ലാത്തത് കൊണ്ട് വരുന്ന എറർ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബോത്ത് ഫേസ് റീഡിങ്സ് എടുത്തിട്ടാണ്. അപ്പോൾ ഓപ്ഷൻ ബി ടേക്കിംഗ് റീഡിങ്സ് ഓൺ ബോത്ത് ഫേസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. മോഡേൺ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. അപ്പോൾ മോഡേൺ EDM ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ
reflected energy generated by electromagnetic waves. Option B, total time taken by electromagnetic wave in traveling the distance. And option C, changing in frequency of the electromagnetic waves. Option D, phase difference between the transmitted and the reflected electromagnetic wave. അപ്പോൾ നമ്മൾ മോഡേൺ EDM വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ phase difference between the transmitted and reflected electromagnetic waves ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. Next one, the global positioning system operated by the US Department of Defense uses. അപ്പോൾ നമുക്കറിയാം GPS US ആണ് കൊണ്ടുവന്നത്. അവർ യൂസ് ചെയ്യുന്നതിൽ എത്ര സാറ്റലൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 6 സാറ്റലൈറ്റ്സ്, ഓപ്ഷൻ ബി 12 സാറ്റലൈറ്റ്സ്, ഓപ്ഷൻ സി 18 സാറ്റലൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി 24 സാറ്റലൈറ്റ്. നമുക്കറിയാവുന്നതാണ് 24 സാറ്റലൈറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, how many modular bricks of size 200 mm into 100 mm into 100 mm are required for 100 cubic meter of masonry wall? അപ്പോൾ നമ്മൾ 100 m³ മെസൻട്രി വാൾ ചെയ്യാണ്. അപ്പോൾ അതിൽ എത്രത്തോളം മോഡുലാർ ബ്രിക്സ് വേണം എന്നുള്ളതാണ്. മോഡുലാർ ബ്രിക്കിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 5000, ഓപ്ഷൻ ബി 50000, ഓപ്ഷൻ സി 500 ആൻഡ് ഓപ്ഷൻ ഡി 1000. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു m³ മെസൻട്രി വർക്കിന് നമുക്ക് ആവശ്യമായി വരുന്നത് 500 നമ്പേഴ്സ് ഓഫ് ബ്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 100 m³ ആവുമ്പോൾ എത്ര വേണ്ടി വരും? 50,000 നമ്പേഴ്സ് ആവശ്യമായി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി 50,000 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് building works is assumed for sanitary and water supply works in the estimate of a building. അപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈ വർക്കിന് എത്ര പെർസെൻറ്റേജ് ആണ് കണക്കാക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ 8%, ഓപ്ഷൻ ബി 10%, ഓപ്ഷൻ സി 7% ആൻഡ് ഓപ്ഷൻ ഡി 5%. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 8%. സാനിറ്ററി ആൻഡ് വാട്ടർ സപ്ലൈക്ക് നമ്മൾ 8% ആണ് എസ്റ്റിമേറ്റിൽ എടുക്കുന്നത്. Next one, if L is the length of the reinforcing bar and D is the diameter, the total length of straight bar hooked at both end is called. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ബാർ ഉണ്ട്, രണ്ട് എൻഡിലും ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ L+9D, ഓപ്ഷൻ ബി L+12D, ഓപ്ഷൻ സി L+18D ആൻഡ് ഓപ്ഷൻ ഡി L+16D. അപ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് ബാർ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ അൺസപ്പോർട്ടഡ് ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? L ആണ് എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ബാറിൻ്റെ ഡയമീറ്റർ D ആണ്. രണ്ട് സൈഡിലും എന്തുണ്ട്? ഹുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഹുക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 9D ആണ്. ഇവിടെയും 9D വരും. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് എന്ന് വെച്ചാൽ L+9D + 9D വിച്ച് ഇസ് ഈക്വൽ ടു L+18D എന്ന് വരും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി L+18D എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കൺസ്ട്രക്ഷൻ equipment was purchased for ₹2 lakh. If the useful life is estimated as 5 years, find the percentage of average annual cost of the equipment to the original cost assuming no scrap value. അപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ equipment 2 ലക്ഷം രൂപയ്ക്ക് 2 lakhന് വാങ്ങിച്ചു. അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 5 years ആണ്, ദാറ്റ് ഈസ് N. ദെൻ നോ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് എസിൻ്റെ വാല്യൂ 0 ആണ്. നമുക്ക് എന്താ കാണേണ്ടത്? ആവറേജ് ആനുവൽ കോസ്റ്റിൻ്റെയും ഒറിജിനൽ കോസ്റ്റിൻ്റെയും പെർസെൻറ്റേജ് ആണ് കാണുന്നത്. ആവറേജ് ആനുവൽ കോസ്റ്റ് മീൻസ് എന്താണ്? നമ്മുടെ ഡിപ്രീസിയേഷൻ വാല്യൂ ആണ്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 60, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 20 ആൻഡ് ഓപ്ഷൻ ഡി 40 ആണ്. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ കാണാൻ ഇക്വേഷൻ അറിയാം, ദാറ്റ് ഈസ് ആവറേജ് ആനുവൽ കോസ്റ്റ് കാണാൻ കോസ്റ്റ് ഈക്വൽ ടു എന്താണ്? C - S/N എന്നുള്ള ഇക്വേഷൻ ആണ്. സി പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ്, ദാറ്റ് ഈസ് 2 lakh മൈനസ് എസ് മീൻസ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ ഇവിടെ 0 ആണ്. ആൻഡ് N പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, ദാറ്റ് ഈസ് 5. ഇത് നമുക്ക് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടും? 40,000 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ആവറേജ് ആനുവൽ കോസ്റ്റിൻ്റെയും ഒറിജിനൽ കോസ്റ്റിൻ്റെയും റേഷ്യോ ആണ് കാണേണ്ടത്. റേഷ്യോ കാണുമ്പോൾ എന്ത് വരും? 40,000 ഡിവൈഡഡ് ബൈ 2 lakh into 100 which is equal to
20% എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 20 എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പെർമിസിബിൾ മോയ്സ്ചർ കണ്ടന്റ് ഇൻ ടിമ്പർ ഡോസ് ഓഫ് തിക്നെസ് 50 mm and above in zone 4 is ഓപ്ഷൻ എ 12%, ഓപ്ഷൻ ബി 16%, ഓപ്ഷൻ സി 14% ആൻഡ് ഓപ്ഷൻ ഡി 20%. അപ്പോൾ 50 mm എബോവ് തിക്നെസ് വരുന്ന സോൺ 4 പെടുന്ന ടിമ്പറിലുള്ള പെർമിസിബിൾ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 16% ആണ്. ഇത് നമുക്ക് IS 287 ടേബിൾ 1 എക്സാക്റ്റ് പറയുന്നുണ്ട്. സോൺ 4 പെടുന്ന 50 mm തിക്നെസ് വരുന്ന ടിമ്പറിൻ്റെ പെർമിസിബിൾ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 16% ആണ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദെൻ മാക്സിമം സിമെൻറ്റ് കണ്ടൻറ്റ് ഫോർ കൺവെൻഷണൽ റീൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ഈസ്. കൺവെൻഷണൽ RCCയിലുള്ള മാക്സിമം സിമെൻറ്റ് കണ്ടൻറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 300 kg/m³, ഓപ്ഷൻ ബി 360 kg/m³, ഓപ്ഷൻ സി 450 kg/m³ ആൻഡ് ഓപ്ഷൻ ഡി 500 kg/m³. അപ്പോൾ നമ്മൾ RCC യൂസ് ചെയ്യുന്ന കോഡ് IS 456/2000 ക്ലോസ് 8.2.4.2 പറയുന്നുണ്ട്. RCCയിൽ യൂസ് ചെയ്യുന്ന മാക്സിമം സിമെൻറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് 450 kg/m³ ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. Okay, next one. If the fineness modulus of a sample of fine aggregate is 4.3, the mean size of particles in the sample is between. അപ്പോൾ ഒരു ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ഫൈനസ് മോഡുലസ് എന്ന് പറയുന്നത് എത്രയാണ്? 4.3 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീൻ സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1.18 mm ആൻഡ് 2.36 mm, ഓപ്ഷൻ ബി 2.36 mm ആൻഡ് 4.75 mm, ഓപ്ഷൻ സി 0.3 mm ആൻഡ് 0.6 mm ആൻഡ് ഓപ്ഷൻ ഡി 0.15 mm ആൻഡ് 0.3 mm. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് മീൻസ് 4.3 ഫൈനസ് മോഡുലസ് ഉള്ള പാർട്ടിക്കിൾ മീൻ സൈസ് എന്ന് പറയുന്നത് 1.18 mm ആൻഡ് 2.36 mm ആണ്. ഓക്കെ, then which test is used to study the resistance of aggregates to weathering action? അഗ്രിഗേറ്റ്സിന് വെതറിങ് ആക്ഷനുമായുള്ള ആ ഒരു റിലേഷൻ ഇതാക്കാൻ നമ്മൾ ഏത് ടെസ്റ്റാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓപ്ഷൻ എ ക്രഷിംഗ് ടെസ്റ്റ്, ഓപ്ഷൻ ബി എബ്രേഷൻ ടെസ്റ്റ്, ഓപ്ഷൻ സി സൗണ്ട്നെസ് ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഇമ്പാക്റ്റ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ വെതറിങ് ആക്ഷനുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി സൗണ്ട്നെസ് ടെസ്റ്റാണ്. അഗ്രിഗേറ്റിൻ്റെ കേസിൽ സൗണ്ട്നെസ് ടെസ്റ്റാണ്. ഓക്കെ, next one, minimum grade of concrete to be used in reinforced concrete structures constructed along the sea coast. സീ കോസ്റ്റ് യൂസ് ചെയ്യാവുന്ന മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ്. ഓപ്ഷൻ എ M30, ഓപ്ഷൻ ബി M20, ഓപ്ഷൻ സി M40 ആൻഡ് ഓപ്ഷൻ ഡി M25. അപ്പോൾ നമുക്കറിയാം IS 456 പറയുന്നുണ്ട് മിനിമം ഗ്രേഡ് എന്ന് പറയുന്നത് M30 ആണ്. അത് പറഞ്ഞിട്ടുള്ള ടേബിൾ 5 പറയുന്നുണ്ട്. സിവിയർ കണ്ടീഷനുള്ള ആണെങ്കിൽ എന്താണ് നമ്മൾ M30 ആണ് മിനിമം യൂസ് ചെയ്യുന്നതെന്നുണ്ട് പറയുന്നുണ്ട്. സീ കോസ്റ്റ് സിവിയർ കണ്ടീഷൻ ആണ് എന്ന് പറയുന്നത് IS 456 ടേബിൾ 3 അപ്പോൾ ടേബിൾ 3 നമുക്ക് കിട്ടി സീ കോസ്റ്റ് എന്ന് പറയുന്നത് സിവിയർ കണ്ടീഷനാണ്. അപ്പോൾ സിവിയർ കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് M30 ആണെന്ന് IS 456 ടേബിൾ 5 മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ മിക്സ് ഡിസൈൻ ഓഫ് M25 കോൺക്രീറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അസ്യൂമഡ് ആസ് പെർ IS 10262/2019. M25 കോൺക്രീറ്റിനുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഓപ്ഷൻ എ 3.5, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 4.5 ആൻഡ് ഓപ്ഷൻ ഡി 5. അപ്പോൾ നമ്മുടെ IS 10262/2019 ടേബിൾ 2 സ്പെസിഫൈ ചെയ്യുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അത് പ്രകാരം നമുക്ക് പറയാം ഓപ്ഷൻ ബി 4 ആണ് കറക്റ്റ് ആൻസർ. മിക്സ് ഡിസൈൻ ഓഫ് M25 കോൺക്രീറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് 4. Next question. As per IS guidelines for underwater concreting,
ദ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഷോൾ നോട്ട് എക്സീഡ്. അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോൻ്റെ മാക്സിമം റേഞ്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 0.6, ഓപ്ഷൻ ബി 0.5, ഓപ്ഷൻ സി 0.45 ആൻഡ് ഓപ്ഷൻ ഡി 0.4. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ 0.6 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ IS 456 ക്ലോസ് നമ്പർ 14.2.2 ഓക്കെ. അപ്പോൾ നമ്മൾ അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിൽ മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.6 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ ബിൽഡിംഗ് മെറ്റീരിയൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആർച്ചിൻ്റെ ഭാഗത്തുനിന്ന് the lower half portion of an arch between the crown and the skew back is known as. അപ്പോൾ നമ്മളൊരു ആർച്ച് വരക്കുകയാണെങ്കിൽ ഹയസ്റ്റ് പോയിൻ്റ് ആണ് ക്രൗൺ എന്ന് പറയുന്നത്. സ്ക്യൂ ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ സപ്പോർട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ലോവർ മോസ്റ്റ് പോർഷന് നമ്മൾ പറയുന്ന പേരെന്താണ്? ഹോഞ്ച് എന്നാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുള്ള ഓപ്ഷൻ എ സ്പാൻഡ്രിൽ, ഓപ്ഷൻ ബി ആർക്കേഡ്, ഓപ്ഷൻ സി റിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഹോഞ്ച്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഹോഞ്ച് ആണ്. Okay, next one. Which of the following type of door can allow air circulation and privacy even when it is closed? അപ്പോൾ ഡോറിൽ നിന്ന് നമ്മൾ ഈവൻ ക്ലോസ് ചെയ്താൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? എയർ സർക്കുലേഷൻ ഉള്ള ടൈപ്പ് ഓഫ് ഡോർ ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ പാർട്ട് പാനൽഡ് പാർട്ട് ഗ്ലേസ്ഡ് ഡോർ, ഓപ്ഷൻ ബി ഫ്ലഷ് ഡോർ, ഓപ്ഷൻ സി ലോവേർഡ് ഡോർ ആൻഡ് ഓപ്ഷൻ ഡി വയർ ഗേജ് ഡോർ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ലോവേർഡ് ഡോറാണ്, ഓപ്ഷൻ സി ആണ്. അപ്പോൾ ലോവേർഡ് ഡോറിൻ്റെ കേസിലാണ് ഈവൻ അത് ക്ലോസ് ചെയ്താലും നമുക്ക് പ്രൈവസിയും അതേപോലെ തന്നെ എയർ സർക്കുലേഷനും പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫ്ലോർ ഏരിയ റേഷ്യോ FAR ഈസ് ഡിഫൈൻഡ് ആസ് the ratio of floor area inclusive of all the floors to the area of plot on which building stands. Option B, the ratio of open spaces to the area of plot on which building stands. Option C, the ratio of total area of the location to the area of plot on which building stands. And option D, the area of plot on which building stands. അപ്പോൾ നമുക്കറിയാം FAR എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോർ ഏരിയ ബൈ പ്ലോട്ട് ഏരിയ ആണ്. ഫ്ലോർ ഏരിയ എന്ന് വെച്ചാൽ എല്ലാ ഫ്ലോറിൻ്റെ ഏരിയയും നമ്മൾ ആഡ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഫ്ലോർ ഏരിയ ഇൻക്ലൂസീവ് ഓഫ് ദ ഓൾ ഫ്ലോർസ് ടു ദ ഏരിയ ഓഫ് പ്ലോട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. Which arrangement is used for preventing the slip of earth in foundation trenches when excavation is carried out in moderately firm ground and the depth of excavation does not exceed 2 meter? അപ്പോൾ 2 meter താഴെ വരുന്ന എക്സ്കവേഷൻ ആണെങ്കിൽ ഇത് ഈ പറയുന്ന ഏത് ഇതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഓപ്ഷൻ എ സ്റ്റേ ബ്രേസിംഗ്, ഓപ്ഷൻ ബി ബോക്സ് ഷീറ്റിംഗ്, ഓപ്ഷൻ സി ഷീറ്റ് പൈലിംഗ്, ഓപ്ഷൻ ഡി വെർട്ടിക്കൽ ഷീറ്റിംഗ്. അപ്പോൾ നമ്മൾ 2 meter ബിലോ ആകുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റേ ബ്രേസിംഗ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബോക്സ് ഷീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 meter 2 to 4 meter വരുമ്പോഴാണ്. അതേപോലെ തന്നെ ഷീറ്റ് പൈലിംഗ് യൂസ് ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ 10 meter വരുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ സ്റ്റേ ബ്രേസിംഗ് ആണ്. Then as per IS 4591/2002, the rated speed of the escalator shall not be more than. എസ്കലേറ്ററിൻ്റെ സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 40 meters per minute, ഓപ്ഷൻ ബി 24 meters per minute, ഓപ്ഷൻ സി 38 meters per minute ആൻഡ് ഓപ്ഷൻ ഡി 30 meters per minute. അപ്പോൾ എസ്കലേറ്ററിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 4591/2002 കോഡ് പ്രകാരം 38 meters per minute കൂടുതലാവാൻ പാടില്ല എന്നുള്ള. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി 38 meters per minute ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Which of the following concept is usually adapted for seismic strengthening of structural elements? Option A, weak column, strong beam. Option B, strong column, strong beam. Option C, strong column and weak beam. And option D, weak column, weak beam. അപ്പോൾ നമ്മൾ ഒരു സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് സ്ട്രോങ് കോളം ആൻഡ് വീക്ക് ബീമാണ്. അതായത് എന്തുകൊണ്ടാണ് കോളം സ്ട്രോങ് ആക്കാൻ കാരണം വെച്ചാൽ കോളം ഫെയിലായാൽ ദ ഹോൾ സ്ട്രക്ചർ ഫെയിലാവും. അപ്പോൾ നമ്മൾ കോളത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് സ്ട്രോങ് കോളും വീക്ക് ബീമുമാണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. നെക്സ്റ്റ് വൺ.
Then which of the following non-destructive test follows the principle of analysis of the noises created when material deform or fracture? അപ്പോൾ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആണ്. അതിൽ നോയ്സിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അക്വസ്റ്റിക് എമിഷൻ ടെക്നിക്, ഓപ്ഷൻ ബി റീബൗണ്ട് ഹാമർ ടെസ്റ്റ്, ഓപ്ഷൻ സി അൾട്രാസോണിക് പൾസ് വെലോസിറ്റി ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി വിൻഡോസർ പ്രോബ് ടെസ്റ്റ്. അപ്പോൾ ഇതിലെല്ലാം തന്നെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ് ആണ്. പക്ഷേ ഇതിൽ നോയ്സിൻ്റെ ബേസിൽ വർക്ക് ചെയ്യുന്നത് അക്വസ്റ്റിക് എമിഷൻ ടെക്നിക്കാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് വരുന്നത്. റീബൗണ്ട് ഹാമർ ടെസ്റ്റർ ആണെങ്കിൽ അവിടെ റീബൗണ്ട് നമ്പറാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എല്ലാം തന്നെ നോൺ ഡിസ്ട്രക്റ്റീവ് ആണ്. നോയ്സിൻ്റെ ബേസിൽ വരുന്നത് ഓപ്ഷൻ എ ആണെന്ന് മാത്രം. ഓക്കെ, ഇൻ PERT അനാലിസിസ് ദ ടൈം എസ്റ്റിമേറ്റ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ദയർ ഒക്യൂറൻസ് ഫോളോ. ഓപ്ഷൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ്, ഓപ്ഷൻ ബി പോയ്സൺസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്, ഓപ്ഷൻ സി റെയ്ലേ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആൻഡ് ഓപ്ഷൻ ഡി ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഇവിടെ നോർമൽ കേസിൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ PERT അനാലിസിസിൽ ഈ ഒരു സ്പെസിഫിക് കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബീറ്റ ഡിസ്ട്രിബ്യൂഷൻ കർവ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇൻ ആൻ ആക്ടിവിറ്റി ദ ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ഈസ് 28 days ആണ്. യെസ്, 28 days ആൻഡ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം ഈസ് 18 days. ദെൻ ദ ടോട്ടൽ ഫ്ലോട്ട് ഷോൾ ബി. അപ്പോൾ നമുക്ക് LST തന്നിട്ടുണ്ട് 28 days ആണ്. EST തന്നിട്ടുള്ളത് 18 days ആണ്. ടോട്ടൽ ഫ്ലോട്ടാണ് നമുക്ക് കാണാനുള്ളത്. ഓപ്ഷൻസിലുള്ളത് 46 days, ഓപ്ഷൻ ബി 10 days, ഓപ്ഷൻ സി 9 days ആൻഡ് ഓപ്ഷൻ ഡി 5 days. അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് കാട്ടാൻ എന്ത് മതി? LST മൈനസ് EST ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 28 മൈനസ് 18 വിച്ച് ഈസ് ഓപ്ഷൻ ബി 10 days ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Quality control cost estimated as. Option A prevention cost plus appraisal cost. Option B failure cost plus prevention cost. Option C prevention cost plus internal failure cost and option D internal failure cost plus external failure cost. അപ്പോൾ നമ്മൾ ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രിവെൻഷൻ കോസ്റ്റ് പ്ലസ് അപ്രൈസൽ കോസ്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരുന്നത്. ദാറ്റ് മീൻസ് ഗുഡ് ക്വാളിറ്റി എന്താണെന്നാണ് ഇവിടെ വരുന്നത്. ഗുഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അവിടെ പ്രിവെൻഷൻ കോസ്റ്റ് പ്ലസ് അപ്രൈസൽ കോസ്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What shall be the minimum distance of a power line from any component of scaffold? Option A 1.5 meter, option B 2.5 meter, ഓപ്ഷൻ സി 3 meter ആൻഡ് ഓപ്ഷൻ ഡി 4 meter. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്കെഫോൾഡിൽ നിന്നും മിനിമം പവർ ലൈനിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് IS 3696 പാർട്ട് 1 സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അത് പ്രകാരം മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 meter ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ. ആസ് പെർ IS 13920 2016 minimum dimensions of a column shall be. Option A 300 mm, option B 200 mm, option C 250 mm and option D 400 mm. അപ്പോൾ നമുക്ക് IS 13920 2016 പ്രകാരം മിനിമം ഡയമെൻഷൻ ഓഫ് കോളം എന്ന് പറയുന്നത് 300 mm ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. നമുക്ക് 50th ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is correct in the context of acceptance criteria of concrete specified in IS 456 2000? ഈ താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1. ഇഫ് ദ സ്ട്രെങ്ത് ഓഫ് 3 cubes tested at 28 days is 21, 24 and 23 megapascal, the concrete can be considered as acceptable as M20 grade concrete. അപ്പോൾ നമ്മളൊരു 3 ക്യൂബ് എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് നമുക്ക് 28 ഡേയ്സിലുള്ള സ്ട്രെങ്ത് എന്ന് പറയുന്നത് 21, 24, 23 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂബിനെ നമുക്ക് M20 ഗ്രേഡ് കോൺക്രീറ്റ് ആയിട്ട് പറയാം എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇഫ് ദ സ്ട്രെങ്ത് ഓഫ് 3 ക്യൂബ്സ് ടെസ്റ്റഡ് അറ്റ് 28 ഡേയ്സ് ഈസ് 21, 24 ആൻഡ് 23 മെഗാപാസ്കൽ ദെൻ ദ കോൺക്രീറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് അക്സെപ്റ്റബിൾ ആസ് M25 ഗ്രേഡ് കോൺക്രീറ്റ്. ഈ സെയിം കണ്ടീഷൻ തന്നെ വ്യത്യാസം എന്താ ഇവിടെ M25 ഗ്രേഡ് കോൺക്രീറ്റ് ആണെന്നാണ്. ദെൻ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ. Option B statement 1 is true and statement 2 is false. Option C statement 1 is false and statement 2 is true and option D both statement are false. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് മീൻ FCK എന്ന് പറയുന്നത് FCK എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഫസ്റ്റത്തെ കേസിൽ 20 ആണ്, സെക്കൻഡ് കേസിൽ 25 ആണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം മീൻ എടുക്കണം. മീൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന 21 + 24 + 23/3 എടുക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് വരുന്നത് 22.6
67 എന്നുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ അതിൽ കണ്ടീഷൻ പറയുന്നുണ്ട്, IS 456 പറയുന്നുണ്ട് FCKൻ്റെ വാല്യൂ +0.825 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇടയിൽ വരണം വാല്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂ അതിനോട് അടുത്ത് വരുന്നില്ല. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 23 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ നമുക്ക് M20 ആയിട്ടോ M25 ആയിട്ടോ ഒന്നും സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. സോ ഓപ്ഷൻ ഡി ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ഫോൾസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. അതിന് മുന്നേ നമ്മളുടെ ഇനി V4 സിവിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഓവർസിയർ ഡീറ്റെയിൽഡ് ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇനി ഒരു പുതിയ കോഴ്സ് ഓവർസിയറിൽ ഡയറക്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുഹൈബ് സാറെ ഒന്ന് ക്ഷണിക്കുക. ഓക്കെ, ഞാൻ നിങ്ങളുടെ സമയം അധികം എടുക്കുന്നില്ല. നിങ്ങളെല്ലാവരും ആൻസർ കീ പ്രതീക്ഷിച്ചിരിക്കുകയാണ് 100 ക്വസ്റ്റ്യൻ്റെ. ഞാൻ സമയം എടുക്കുന്നത്, ഞാൻ പ്രധാനമായിട്ട് വന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു ഓവർസിയർ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ്റെ. അപ്പോൾ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ കിട്ടിയ ബുക്കെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ കംപ്ലീറ്റ് ബുക്ക് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഇനി എങ്ങനെ ബുക്ക് കിട്ടുന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആക്ച്വലി ഈ ബുക്ക് എന്താണെന്ന് ചോദിച്ചാൽ 2005 തൊട്ട് 2022 വരെയുള്ള ഓവർസിയർ ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ സബ്ജക്റ്റ് വൈസ്, ടോപ്പിക് വൈസ്, ഗ്രേഡ് വൈസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ സൊല്യൂഷൻ കൊടുത്ത ബുക്കാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അത് 2-3 ദിവസം കഴിയും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ലഭിക്കാനായിട്ട്. അതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ഡെലിവറി ഡേറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം പിടിക്കും. അതുകൊണ്ടാണ് 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുവരെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ചെറിയൊരു ഓഫർ വെക്കുന്നുണ്ട്. ഓഫർ വെക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ജൂൺ 7, 8, 9, 10 ഈ ദിവസങ്ങളിൽ ഈ ബുക്കിൻ്റെ ബുക്ക് ആക്സസ് നിങ്ങൾക്ക് ഞങ്ങളുടെ V4C ആപ്പിൽ വെറും 10 രൂപയ്ക്ക് അവൈലബിൾ ആവും. 2 ബുക്കായിട്ട് വോളിയം 1, വോളിയം 2 അതിന് 2 ബുക്കാണ് ഈ ബുക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബുക്ക് ആക്സസ് V4C ആപ്പ് വഴി നിങ്ങൾക്ക് 3-4 ദിവസം നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ ആ ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ബുക്കിന് ഓർഡർ ചെയ്യാം. ഓക്കെ, പിന്നെ അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഇതേപോലെ ഈ ബുക്കിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഈ ആൻസറിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ഇതിൻ്റെയൊക്കെ ആൻസർ കീ നോക്കിയിട്ട് നിങ്ങളുടെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം എത്രത്തോളമാണ് എല്ലാവരുടെയും ഒരു റേഞ്ച് വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് പറയാനുള്ളത് V4Cയുടെ ഓൺലൈൻ കോഴ്സുകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡയറക്റ്റ് ബാച്ച് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജൂലൈയിലേക്കൊരു ഇൻറ്റൻസീവ് എക്സ്ക്ലൂസീവ് ഓവർസിയർ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഷെരീഫ മിസ് അടുത്ത ക്വസ്റ്റ്യൻ മുതൽ ഉടനെ തന്നെ നിങ്ങളുമായിട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു.
ഓക്കെ, ഇനി നമ്മൾ 61 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 15ൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പ്രോബ്ലംസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് നിങ്ങൾക്ക് ടെലഗ്രാം V4 സിവിലിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇനിയിപ്പോൾ തിയറി പോർഷൻ ആണെങ്കിൽ പോലും അതിൻ്റെ റെഫറൻസ് എവിടുന്നാന്നുള്ളതും കൂടി ആഡ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് 61th ക്വസ്റ്റ്യൻ നോക്കാം. ദ റെക്കമെൻഡഡ് വാല്യൂ ഓഫ് എ മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഫോർ കോൺക്രീറ്റിംഗ് യൂസിങ് 20 mm നോമിനൽ മാക്സിമം സൈസ് അഗ്രിഗേറ്റ് subjected to extreme exposure is option A 0.45, option B 0.4, option D 0.455 and option C 0.5. ഓക്കെ, അപ്പോൾ എക്സ്ട്രീം കണ്ടീഷൻ ആണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി 0.4 ആണ് എന്ത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ, മാക്സിമം വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. In limit state method, which of the following statement is correct? Option A, permissible strain have an upper limit for concrete and strain variation across the cross section is linear. And option B, stress variation across the section of concrete is linear and the maximum stress value is limited. Option C, stress variation across the section of concrete is linear and the maximum strain value is limited. Option D, none of the above. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ നമ്മൾ പറയുന്നുണ്ട് പെർമിസിബിൾ സ്ട്രെയിൻ എന്താണ്, അപ്പർ ലിമിറ്റ്, കോൺക്രീറ്റിൻ്റെ കേസിൽ അപ്പർ ലിമിറ്റ് ആണ്. അതുപോലെ തന്നെ സ്ട്രെയിൻ വേരിയേഷൻ അക്രോസ് ദ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ലീനിയറും ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ നോക്കാം. 63. The bending moment corresponding to the first cracking for a simply supported plain concrete beam of 200 mm wide and 300 mm deep. അപ്പോൾ ബീമിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. Then it is subjected to two equally spaced point loads given that the grade of concrete is M25. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 10.5 kilonewton meter, option B 12 kilonewton meter, option C 21 kilonewton meter and option D 5.25 kilonewton. അപ്പോൾ നമുക്കിവിടെ ബെൻഡിങ് മൊമെൻ്റ് ആണ് കാണേണ്ടത് കറസ്പോണ്ടിങ് ടു ഫസ്റ്റ് ക്രാക്കിംഗ്. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് FCR കാണണം. അപ്പോൾ FCR കാണാനുള്ള ഇക്വേഷൻ എന്താണ്, 0.7 √FCK. FCK എത്രയാണ്, 25 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 0.7 × √25 വരും. നമുക്ക് കാണേണ്ടത് എന്താണ്, ബെൻഡിങ് മൊമെൻറ്റ് കറസ്പോണ്ടിങ് ടു ഫസ്റ്റ് ക്രാക്കിംഗ് ആണ്. ദാറ്റ് ഈസ് MCR ഈക്വൽ ടു FCR ഇൻറ്റു നമ്മളുടെ ഏരിയ ഓഫ് ബീം BD² ബി എത്രയാണ്, 200 ആണ്, D 300 ആണ്. 200 × 300² 6 എന്ന് വരും. ഇത് നമ്മൾ FCRന് ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ 10.5 kilonewton meter എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ എ 10.5 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Thickness of slab is 70 mm. The maximum diameter of reinforcement that can be used. അപ്പോൾ ഒരു സ്ലാബിൻ്റെ തിക്നെസ് 70 mm ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡയമീറ്റർ ഓഫ് റീൻഫോഴ്സ്മെൻ്റ് ആണ്. ഓപ്ഷൻ എ 8 mm, ഓപ്ഷൻ ബി 10 mm, ഓപ്ഷൻ സി 12 mm ആൻഡ് ഓപ്ഷൻ ഡി 16 mm. അപ്പോൾ ഇവിടെ നമുക്ക് മാക്സിമം ഡയമീറ്റർ ഷോൾ നോട്ട് എക്സീഡ് 1/8 ഓഫ് തിക്നെസ് ഓഫ് സ്ലാബ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 1/8 ഓഫ് തിക്നെസ് ഓഫ് സ്ലാബ് എന്ന് പറയുന്നത്, ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്, തിക്നെസ് ഓഫ് സ്ലാബ് 70 ആണ്. 70/8 1/8 ആണ് കണ്ടീഷൻ. അപ്പോൾ എത്ര വരും, നമുക്ക് ഓൾമോസ്റ്റ് 8.75 mm എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ ബാറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 8.75-നേക്കാളും കുറവാവണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ വെച്ച് ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നത് 8 mm മാത്രമാണ്. ദാറ്റ്സ് വൈ ഓപ്ഷൻ എ 8 mm ഈസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. The long-term static modulus of elasticity of concrete is more than short-term modulus of elasticity, may be more or less than short-term modulus of depending on the strength of concrete, and long-term modulus can be as low as 1/2.6 of short-term static modulus of elasticity and none of the above. അപ്പോൾ ഇവിടെ long-term modulus കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. long-term modulus equal to EC/1 + θ എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ തീറ്റൻ്റെ വാല്യൂ നമുക്കറിയാം എങ്ങനെയാണ്, 7 days ആണെങ്കിൽ 2.2 ആണ്. കറസ്പോണ്ടിങ് എങ്ങനെയുണ്ട്, വാല്യൂ കുറഞ്ഞു വരുന്നുണ്ട്, ക്രീപ്പിൻ്റെ വാല്യൂ. ഓക്കെ,
then അപ്പോൾ ലോങ് ടേം മോഡുലസ് ക്യാൻ ബി ലോ ആസ് 1/3/2 ഓഫ് ഇത് വെച്ച് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും 1/3/2 ഓഫ് ഷോർട്ടർ ടേം ആണ്. ആ ഒരു ഓപ്ഷൻ ഇതിൽ ഏതിലും ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 11 meter, the minimum effective depth required assuming tension and compression modification factor as 1 and 1.1. Option A 550 mm, option B 600 mm, option C 650 mm and option D 700 mm. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് L/D റേഷ്യോ ആണ് കാണേണ്ടത്. നമുക്കറിയാം L/D റേഷ്യോ ഈക്വൽ ടു 20 ആണ് എപ്പോൾ ഫോർ സ്പാൻസ് അപ് ടു 10 meter. പക്ഷേ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള സ്പാൻ എത്രയാണ്? 11 meter ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലേക്ക് L/D ആക്ച്വൽ എന്ന് പറയുന്നത് കാണാൻ എന്ത് ചെയ്യണം? നമുക്ക് വാല്യൂ 20 ആണ് അപ് ടു 10 meter. അപ്പോൾ അതിനെ 11ലേക്ക് മാറ്റണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇത് സ്പാന് 11 meterലേക്ക് മാറ്റുമാണ്. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മോഡിഫിക്കേഷൻ ഫാക്ടർ, ഇവിടെ 2 മോഡിഫിക്കേഷൻ ഫാക്ടർ വന്നിട്ടുണ്ട്, ടെൻഷനിലും കംപ്രഷനിലുള്ള 1.1 ആൻഡ് 1.1 ആണ്. ഇതിൻ്റെ വാല്യൂ 1 ആണ്, മോഡിഫിക്കേഷൻ ഫാക്ടർ 2 ആണ്. ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 20 ആൻസർ വരുന്നുണ്ട്. ഇനി അത് വെച്ച് നമുക്കറിയാം L എന്ന് പറയുന്നത് 11 meter ആണ്. Lൻ്റെ വാല്യൂ 11 meter, അതിനെ നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 11,000 എന്ന് വരും. ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് D എന്നുള്ള വാല്യൂ കിട്ടും. 11,000/20 ചെയ്യുമ്പോൾ 550 mm എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എ 550 mm ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ബീംസ് വിത്ത് FE 500 സ്റ്റീൽ XUmax/D ആൻഡ് MU ലിമിറ്റ് ആർ ഗിവൺ ബൈ. ഒരു FE 500 സ്റ്റീൽ ആണെങ്കിൽ XUmax/Dൻ്റെയും MU ലിമിറ്റിൻ്റെയും വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 0.53 ആൻഡ് 0.148 FCK BD². ഓപ്ഷൻ ബി 0.48 ആൻഡ് 0.148 FCK BD² ആൻഡ് ഓപ്ഷൻ സി 0.46 ആൻഡ് 0.138 FCK BD², 0.46 ആൻഡ് 0.133 FCK BD². അപ്പോൾ ഇതിൽ നമുക്ക് XUmax/Dൻ്റെ വാല്യൂ വേണം, അതുപോലെ തന്നെ MU ലിമിറ്റിൻ്റെ വാല്യൂ വേണം. അപ്പോൾ FE 500 സ്റ്റീൽ ആണെങ്കിൽ XUmax/D എന്ന് പറയുന്നത് എത്രയാണ്? 0.46 ആണ് നമുക്കറിയാം. അതുപോലെ തന്നെ MU ലിമിറ്റിൻ്റെ വാല്യൂ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടും 0.133 ആണ്. അപ്പോൾ 0.46 ആൻഡ് 0.133 വരുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. The development length in compression for high yield strength deformed bars is given by LD equal to 5 sigma S by K tau BD. Terms have the usual significance and K is a constant. The value of K is. അപ്പോൾ നമ്മളുടെ ഡെവലപ്മെൻറ്റ് ലെങ്ത് കാണാനുള്ള ഇക്വേഷനിൽ Kൻ്റെ വാല്യൂ എത്ര വരുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 3.2, ഓപ്ഷൻ ബി 6.4, ഓപ്ഷൻ സി 8 ആൻഡ് ഓപ്ഷൻ ഡി 5. നമുക്കറിയാം Kൻ്റെ വാല്യൂ എത്രയാണ്? 8 ആണ്. ദാറ്റ് മീൻസ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മിനിമം effective length or unsupported length to be considered for sway column is. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 1.2, ഓപ്ഷൻ സി 1.4 ആൻഡ് ഓപ്ഷൻ ഡി 2. അപ്പോൾ സ്വേ കോളത്തിൻ്റെ കേസിൽ നമുക്ക് ആസ് പെർ IS 456 ആനക്സ് ഈ പ്രകാരം നമുക്ക് വാല്യൂ വരുന്ന മിനിമം എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് 1.2 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. A column of size 400 mm into 400 mm have 4 numbers of 25 mm bars and 4 numbers of 12 mm bars. The size and spacing of lateral ties recommended is. അപ്പോൾ ഈ ഒരു കോളത്തിൻ്റെ കേസിൽ ലാറ്ററൽ ടൈസ് എത്ര സൈസ് ഉള്ളത് ചൂസ് ചെയ്യണം, അതുപോലെ തന്നെ അതിൻ്റെ സ്പേസിംഗും ആണ്. ഓപ്ഷൻ എ 6 mm അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ, ഓപ്ഷൻ ബി 8 mm അറ്റ് 190 mm per center to center, ഓപ്ഷൻ സി 8 mm അറ്റ് 300 mm സെൻറ്റർ ടു സെൻറ്റർ ആൻഡ് ഓപ്ഷൻ ഡി 10 mm അറ്റ് 300 mm
സെൻറ്റർ ടു സെൻറ്റർ. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് IS കോഡ് പ്രകാരം IS 456 പ്രകാരം 2 കണ്ടീഷൻ ഉണ്ട്, സൈസിനും അതുപോലെ തന്നെ സ്പേസിനും. സൈസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ഓഫ് മെയിൻ ബാർ ഡയമീറ്റർ 1/4, മെയിൻ ബാറിൻ്റെ 1/4, അതല്ലെങ്കിൽ 6 mm ആണ്. അപ്പോൾ ഇവിടെ മെയിൻ ബാറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 25 mm ആണ്. അപ്പോൾ 25/4 ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 8 കിട്ടും, കിട്ടും. പിന്നെ ഉള്ളത് 6 mm. അപ്പോൾ ഇതിലെ മാക്സിമം വാല്യൂ പറയുമ്പോൾ 8 ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 8 mm. അപ്പോൾ BO CO ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് വേണ്ട ഏതാണ്? സ്പേസിംഗ് ആണ്. അപ്പോൾ സ്പേസിങ്ങിൻ്റെ കേസിൽ വരുന്ന കണ്ടീഷൻ 3 കണ്ടീഷൻ ഉണ്ട്. ഒന്നുകിൽ മിനിമം ഓഫ് ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ, ദാറ്റ് ഈസ് ഇവിടെ എത്രയാണ്? 400 mm. കോളത്തിൻ്റെ സൈസ് തന്നിട്ടുണ്ട്, ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ 400 mm. അതല്ലെങ്കിൽ 16 ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ ആണ്. അപ്പോൾ 16 × 5 ചെയ്യുമ്പോൾ, അതായത് 5 എന്ന് പറയുന്നത് ഇവിടെ 12 mm ബാറാണ്. അപ്പോൾ 16 × 12 ദെൻ 300 mm. ഈ ഒരു 3 വാല്യൂവിൽ മിനിമം വരുന്ന വാല്യൂ ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും 300 mm ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 8 mm എന്ന് കിട്ടി, അതുപോലെ ഇവിടെ 300 mm കിട്ടി. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ ഇവിടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇവിടെയാണ് കിട്ടുന്നത്. നിയറസ്റ്റ് 190 വാല്യൂ കിട്ടും നമുക്ക് 16 × 12. ദെൻ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ B, 8 mm at 190 mm സെൻറ്റർ ടു സെൻറ്റർ ആണ്. Ideal location of lapping of reinforcement if required for a beam supported at ends. Option A, for top bars near to center of span and for bottom bars near supports. Option B, top bars near supports, bottom bars near center. Option C, lapping of reinforcement can be done anywhere provided there is no congestion. And option D, top and bottom bars near to beam support. അപ്പോൾ നമ്മൾ ഒരു ബീമിൻ്റെ കേസിൽ എന്താണ് ലാപ്പിംഗ് കൊടുക്കുന്നത് എവിടെയാണ്? ടോപ്പ് ബാസിന് നിയർ ടു സെൻറ്റർ ഓഫ് സ്പാനും അതുപോലെ തന്നെ ബോട്ടം ബാസിന് നിയർ സപ്പോർട്ടുമാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. Then the maximum width of surface cracks as per IS 3370 part 1 shall not exceed. Option A 0.1 mm, option B 0.15 mm, option C 0.2 mm and option D 0.3 mm. അപ്പോൾ IS 3370 part 1 പ്രകാരം മാക്സിമം വിഡ്ത്ത് ഓഫ് സർഫസ് ക്രാക്ക് എന്ന് പറയുന്നത് 0.2 mm ആണ്. ഓപ്ഷൻ C ആണ് കറക്റ്റായിട്ട് വരുന്നത്. Then the two-way shear stress in the case of a square isolated footing, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഫൂട്ടിംഗ് ആണ്. ഹാവിങ് സൈസ് ഓഫ് സൈഡ് A and supporting a square column having side B and when effective depth D and uniform soil pressure S is obtained as. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് പ്രഷർ യൂണിഫോം സോയിൽ പ്രഷർ S ആണ് കിട്ടേണ്ടത്. ടു വേ ഷിയർ ആണ് കാണേണ്ടത്. എന്തൊക്കെ? എഫക്റ്റീവ് യൂണിഫോം സോയിൽ പ്രഷർ S ആണ് തന്നിട്ടുണ്ട്, കോളത്തിൻ്റെ സൈസ് തന്നിട്ടുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടീഷൻ പറയുന്നത് ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ടു വേ ഷിയർ എന്ന് പറയുന്നത് കോളം ഫേസിൽ നിന്നും D/2 ഡിസ്റ്റൻസ് വേണം എന്നുള്ളത്. 4 സൈഡിൽ നിന്നും D/2 ഡിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. S × A² - B+D the whole square by 4B+D/D എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, the statement fillet weld of size closer to the minimum size of weld are preferred as it is more economical. Option A true, option B false, bigger size fillets are better, option C weld size is dependent on site condition and option D no such preference. അപ്പോൾ ഇവിടെ ഫില്ലറ്റ് വെൽഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് മിനിമം സൈസ് ഓഫ് വെൽഡിന് ക്ലോസർ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതെന്താണ്? മോർ എക്കണോമിക്കൽ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ട്രൂ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. The shear capacity of bolt is reduced when total thickness of connected plates exceed 5 times the nominal diameter of bolt
ഓപ്ഷൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വെൻ പാക്കിംഗ് പ്ലേറ്റ്സ് ആർ മോർ ദാൻ 6 mm തിക്ക്. ഓപ്ഷൻസ് തന്നിട്ടുള്ളതൊക്കെ ഏതാണ്? ബോത്ത് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആസ് ബോൾട്ട് ആർ സബ്ജക്റ്റഡ് ടു ബെൻഡിങ്. ഓപ്ഷൻ ബി ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബി ഷിയർ കപ്പാസിറ്റി ഓഫ് ബോൾട്ട് ഈസ് ഇവാലുവേറ്റഡ് വിത്തൗട്ട് കൺസിഡറിങ് ദ എബോവ് ഫാക്ടേഴ്സ്. ആൻഡ് ഓപ്ഷൻ ഡി ഓൺലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ടാണ് വരുന്നത്. കാരണം എന്ത് ചെയ്യുന്നത്? ബോൾട്ട് എന്ത് ചെയ്യുന്നത്? ബെൻഡിങ്ങിന് സബ്ജക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എ ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ദെൻ 76th question. An unequal angle is connected using one leg and used as a tension member. Which leg is to be connected? ഒരു അൺഈക്വൽ ആംഗിൾ ഉണ്ട്, അവിടെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു ലെഗ് എന്ത് ചെയ്യുന്ന ഒരു ടെൻഷൻ മെമ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഏത് ലെഗാണ് കണക്ട് ചെയ്യുന്നതെന്നാ? ഓപ്ഷൻ എ ലോങ് ലെഗ് ടു ബി കണക്റ്റഡ്. ഓപ്ഷൻ ബി ഷോർട്ടർ ലെഗ് ടു ബി കണക്റ്റഡ് ആസ് ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ് ടു ടേക്ക് കെയർ ഓഫ് ഷിയർ ലാഗ് എഫക്റ്റ്. ഓപ്ഷൻ സി വിച്ച് ലെഗ് ഈസ് കണക്റ്റഡ് ഈസ് immaterial. And option D depending upon the type of connection like welding or bolting the connected leg is to be selected. അപ്പോൾ ഇവിടെ നമ്മൾ ഷോർട്ട് ലെഗാണ് കണക്ട് ചെയ്യുന്നത് ആസ് ഇറ്റ് ഈസ് മോർ എഫിഷ്യൻറ്റ് ടു ടേക്ക് കെയർ ഓഫ് ഷിയർ ലാഗ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഇനി 77th question ആണ്. എ സിംപ്ലി സപ്പോർട്ടഡ് കോൺക്രീറ്റ് ബീം ഓഫ് എഫക്റ്റീവ് സ്പാൻ 8 meter is given in a parabolic tendon profile for load balancing if the gravity load applied is 20 kN per m3 and a pre-stressing force is 1600 kN. Then the central dip of cable profile is. അപ്പോൾ ഇവിടെ സെൻട്രൽ ഡിപ്പ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത് 0.1 meter, ഓപ്ഷൻ ബി 0.2 meter, ഓപ്ഷൻ സി 0.3 meter ആൻഡ് ഓപ്ഷൻ ഡി 0.15 meter. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്ന ഇക്വേഷനാണ് WL²/8 is equal to PE എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏതാണ് ഈ ആണ് കാണേണ്ടത്? സെൻട്രൽ ഡിപ്പ് ഓഫ് കേബിൾ പ്രൊഫൈലാണ് കാണേണ്ടത്. W ലോഡ് എത്ര തന്നിട്ടുണ്ട്? 20 ആണ് തന്നിട്ടുണ്ട്. ലെങ്ത്ത് 8 meter ആണ്. സോറി, ലെങ്ത്ത് 8 meter ആണ്. ഡിവൈഡഡ് ബൈ 8 into P. പ്രീ സ്ട്രെസ്സിങ് ഫോഴ്സ് എന്ന് പറയുന്നത് 1600 ആണ്. ഇതിൽ നിന്നും നമുക്ക് ഡിറൈവ് ചെയ്ത് ഈക്ക് വാല്യൂ കണ്ടെത്തുമ്പോൾ ഇറ്റ് ഈസ് 0.1 meter എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫൈനൽ ഡിഫ്ലക്ഷൻ due to all loads including the effects of temperature creep and shrinkage and measured from the as-cast level of the supports of floors, roofs and all other horizontal members should not normally exceed span by x where x is. എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഓപ്ഷൻ എ 300, ഓപ്ഷൻ ബി 350 ആൻഡ് ഓപ്ഷൻ സി 250, ഓപ്ഷൻ ഡി 400. ഓപ്ഷൻ സി 250 ആണ്. സ്പാൻ ബൈ എക്സ് എന്ന് പറയുമ്പോൾ അവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 250 ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ അൺഫാക്ടേർഡ് ഡെഡ് 20 kN per meter, ലൈവ് 15 kN ആൻഡ് വിൻഡ് 10 kN per meter loads are available for a beam design. The design load for limit state design is. Option A 52.5 kN per meter, option B 54 kN per meter, option C 45 kN per meter and option D 33 kN per meter. അപ്പോൾ ഇവിടെ നമുക്ക് 3 ലോഡുകളാണ്. അൺഫാക്ടേർഡ് ഡെഡ് ലോഡ് ഉണ്ട്, ലൈവ് ലോഡ് ഉണ്ട് ആൻഡ് വിൻഡ് ലോഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് IS 456 പ്രകാരം നമുക്കുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? 1.5 ഇൻറ്റു ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ് വരും. ഇറ്റ് ഈസ് 1.5 ഇൻറ്റു ഡെഡ് ലോഡ് ഈസ് 20 പ്ലസ് ലൈവ് ലോഡ് 15, ഇറ്റ് ഈസ് ഈക്വൽ ടു 52.5 kN per m3 എന്ന് വരും. നെക്സ്റ്റ് വൺ ഈസ് 1.2 ഇൻറ്റു ഡെഡ് ലോഡ് പ്ലസ് എർത്ത് ലോഡ് പ്ലസ് വിൻഡ് ലോഡ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 1.2 ഇൻറ്റു 20 പ്ലസ് 15 പ്ലസ് 10, which is equal to 54 kN per m3. അപ്പോൾ അതിൽ നമുക്ക് മാക്സിമം വരുന്നത് 54 kN per m3 ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി 54 kN per m3 ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം.
The maximum effective slenderness ratio for a member subjected to compressive forces resulting only from combination of wind or earthquake actions such that the deformation of such member does not adversely affect the stresses in any part of structure. Options ഏതൊക്കെയാണ്? 300, 250, 180 ആൻഡ് 350 ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 250 ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. A fine-grained soil has liquid limit of 60 and a plastic limit liquid limit 60 ആണ്. പ്ലാസ്റ്റിക് ലിമിറ്റ് തന്നിട്ടുള്ളത് എത്രയാണ്? 20 ആണ്. പ്ലാസ്റ്റിക് ലിമിറ്റ് 20 ആണ്. ആസ് പെർ ദ പ്ലാസ്റ്റിസിറ്റി ചാർട്ട് ദ സോയിൽ ഈസ്. അപ്പോൾ പ്ലാസ്റ്റിസിറ്റി ചാർട്ട് പ്രകാരം ഈ ഒരു സോയിൽ ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ ML, ഓപ്ഷൻ ബി CH, ഓപ്ഷൻ സി CL ആൻഡ് ഓപ്ഷൻ ഡി MI. ഇവിടെ കറക്റ്റായിട്ട് വരുന്നത് ഈ ഒരു പാർട്ടിക്കിൾ സൈസിലുള്ള ഇത് വരുന്നത് CH എന്നുള്ള ഗ്രൂപ്പിലാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. A clay sample of 10 mm thick requires 10 minutes for 50% consolidation. 10 mm thick ഉള്ള ഒരു സോയിലിന് എത്ര വേണം? 50% കൺസോളിഡേഷൻ എത്താൻ 10 minutes വേണം. What will be the time required for 50% consolidation if the thickness of clay layer is 1 meter? അങ്ങനെയാണെങ്കിൽ 1 meter thickness ഉള്ള ഒരു ക്ലേ ലെയർ ആണെങ്കിൽ അതിന് 50% കൺസോളിഡേഷൻ ആവാൻ എത്ര സമയം വേണമെന്നാണ്. ഓപ്ഷൻ എ 10⁻³ മിനിറ്റ്, ഓപ്ഷൻ ബി 10⁻² മിനിറ്റ്സ്, ഓപ്ഷൻ സി 10⁻5 മിനിറ്റ്സ്, ഓപ്ഷൻ ഡി 10⁻6 മിനിറ്റ്സ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഇക്വേഷൻ വരുന്നത് CV × T/d² എന്നുള്ളതാണ്. ഇവിടെ കൺസോളിഡേഷൻ സെയിം ആയതുകൊണ്ട് CV നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതില്ല. അപ്പോൾ T/d² എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് പറയാം രണ്ട് സെയിം ആയതുകൊണ്ട് ഫസ്റ്റത്തെ കേസിൽ T എന്ന് വെച്ചാൽ ടൈമാണ്, D എന്ന് വെച്ചാൽ ആ ഒരു സോയിലിൻ്റെ ഡെപ്താണ്. അപ്പോൾ ടൈം ഫസ്റ്റ് കേസിൽ ടൈം വരുന്നത് 10 minutes ആണ്. ദെൻ ഡെപ്ത് ഓഫ് ക്ലേ എന്ന് പറയുന്നത് 10 mm ആണ്. which is equal to സെക്കൻഡ് കേസിലുള്ള എന്താണ്? ടൈമാണ് നമുക്ക് കാണേണ്ടത്, ദാറ്റ് ഈസ് T2. ആൻഡ് ഇവിടെ ഡെപ്ത് വരുന്നത് 1 meter ആണ്. 1 meterനെ നമ്മൾ മില്ലിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ ദാറ്റ് ഈസ് 1000 square. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് T2 = 10⁻5 minutes എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 10⁻5 minutes ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Permeability of soil is directly proportional to option A E, option B E square, option C 1/E and option D E⁻3. correct option വരുന്നത് E⁻3 ആണ്. coefficient of permeability K is proportional to E³ ആണ്. okay, next one. What will be the effective stress at a depth of 5 meter below a clay layer of saturated unit weight of 20 kN/m³? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ള ഓപ്ഷൻ എ 100 kN/m, ഓപ്ഷൻ ബി 50 kN/m, ഓപ്ഷൻ സി 75 ആൻഡ് ഓപ്ഷൻ ഡി 25 kN/m. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ കാണേണ്ടത്? എഫക്റ്റീവ് സ്ട്രെസ്സാണ് കാണാനുള്ളത്. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് വെച്ചാൽ നമുക്കറിയാം ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷറാണ്. അപ്പോൾ ടോട്ടൽ സ്ട്രെസ് കാണാൻ എന്താണ്? ഡെപ്ത് ഇൻറ്റു ഗാമ സാച്ചുറേറ്റഡ് ആണ്. ഇവിടെ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 5 meter ആണ്. അപ്പോൾ 5 meter ഇൻറ്റു ഗാമ സാച്ചുറേറ്റഡ് മൈനസ് ഡി ഇൻറ്റു ഗാമ W. ഓക്കെ, അപ്പോൾ ഇവിടെ ഗാമ സാച്ചുറേറ്റഡ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 20 kN/m³ ആണ്. മൈനസ് 5 ഇൻറ്റു ഗാമ W ഇസ് 10 ആക്കി എടുക്കാം. വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അത് ചെയ്യും നമുക്ക് 50 kN/m എന്ന് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഈസ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിമ്പിളായിട്ട് എഫക്റ്റീവ് സ്ട്രെസ് എന്നുള്ളൊരു പ്രോബ്ലമാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഓൺ വിച്ച് ടൈപ്പ് ഓഫ് സോയിൽ വാഷ് ബോറിംഗ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ? ഓപ്ഷൻ എ കോഹസീവ് സോയിൽ, ഓപ്ഷൻ ബി കോഹഷൻലെസ് സോയിൽ, ഓപ്ഷൻ സി സോയിൽ വിത്ത് ഗ്രാവൽ ആൻഡ് ബോൾഡേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ നമുക്ക് വാഷ് ബോറിംഗ് ആപ്ലിക്കബിൾ അല്ലാത്ത, ചെയ്യാൻ പറ്റാത്ത സോയിൽ എന്ന് പറയുന്നത് സോയിൽ വിത്ത് ഗ്രാവൽ ആൻഡ് ബോൾഡേഴ്സ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ
വരുന്നത്. നെക്സ്റ്റ് വൺ, the degree of disturbance of a cohesive sample can be estimated by option A recovery ratio, option B void ratio, option C consolidation ratio and option D over consolidation ratio. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് ഡിസ്റ്റർബൻസ് ഓഫ് കോഹസീവ് സോയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ബൈ യൂസിങ് റിക്കവറി റേഷ്യോ ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the disturbed samples can generally be used for option A consolidation test, option B specific gravity test, option C permeability test and option D shear strength test. അപ്പോൾ ഇവിടെ ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റിലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Then 88 ഒരു പ്രോബ്ലം ആണ്. An unsupported excavation is to be made in clay layer with unit weight of 20 kilonewton per meter square and C equal to 40 kilonewton per meter square. The depth of tension crack will be. നമുക്ക് ടെൻഷൻ ക്രാക്കിൻ്റെ ഡെപ്ത് ആണ് കാണേണ്ടത്. അത് നമ്മൾ ZC എന്നാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുള്ള 8 മീറ്റർ, ഓപ്ഷൻ ബി 2 മീറ്റർ, ഓപ്ഷൻ സി 4 മീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി 6 മീറ്റർ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇക്വേഷൻ വരുന്നത് 2C by ഗാമ എന്നുള്ളതാണ്. 2 ഇൻറ്റു സി എന്ന് പറയുന്നത് 40 ആണ്, ഗാമ എന്ന് പറയുന്നത് 20 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് 4 മീറ്റർ എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 4 മീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ 89th ക്വസ്റ്റ്യൻ ആണ്. For a saturated normally consolidated clay specimen, the pore pressure coefficient B will be. അപ്പോൾ നോർമലി സാച്ചുറേറ്റഡ് നോർമലി കൺസോളിഡേറ്റഡ് ക്ലേൻ്റെ പോർ പ്രഷർ കോയിഫിഷ്യൻറ്റ് ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നതിൻ്റെ വാല്യൂ എത്രയാണെന്നാണ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 0.8, ഓപ്ഷൻ സി 0.2 ആൻഡ് ഓപ്ഷൻ ഡി -0.5. ഓപ്ഷൻ എ 1 ആണ് പോർ പ്രഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, പോർ പ്രഷർ കോയിഫിഷ്യൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 90th ക്വസ്റ്റ്യൻ നോക്കാം. The ratio of unconfined compressive strength of an undisturbed sample of soil to that of a remolded sample at the same water content is known as. Option A activity, option B damping, option C plasticity and option D sensitivity. അപ്പോൾ unconfined compressive strength of an undisturbed soil divided by unconfined compressive strength of remolded sample എന്ന് പറയുന്നത് എന്താണ്? സെൻസിറ്റിവിറ്റി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, the transition curves are provided in highways. നമുക്ക് ഹൈവേ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസിഷൻ കർവ്സ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ ഇൻട്രൊഡ്യൂസ് സൂപ്പർ എലിവേഷൻ ഗ്രാജുവലി, ഓപ്ഷൻ ബി ഇൻട്രൊഡ്യൂസ് എക്സ്ട്രാ വൈഡനിങ് ഗ്രാജുവലി, ഓപ്ഷൻ സി ഇംപ്രൂവ് ഡിസൈൻ സ്പീഡ് ഓൺ ഹൊറിസോണ്ടൽ കർവ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ കർവ് പ്രൊവൈഡ് ചെയ്യുന്നത് സൂപ്പർ എലിവേഷൻ അതേപോലെ എക്സ്ട്രാ വൈഡനിങ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു വെഹിക്കിളിൻ്റെ ഡിസൈൻ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓൾ ഓഫ് ദി അബവ്, ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് വൺ, ഇഫ് എ വെഹിക്കിൾ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 80 km/h, the absolute minimum side distance required if t equal to 2.5 second and f equal to 0.36 is. Option A 200 meter, option B 125 meter, option C 640 meter and option D 250 meter. നമുക്ക് SST കാണാനുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് 0.27 VT plus V square 254 F എന്നുള്ളത്. ഇവിടെ എഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. ഇത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 125 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 125 മീറ്റർ. നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് റെയിൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ റെയിൽവേ? റെയിൽവേസിൽ കോമൺലി യൂസ് ചെയ്യുന്ന റെയിൽ ഏതാണെന്നാണ്. ഓപ്ഷൻ എ ബ്രിഡ്ജ് റെയിൽ, ഓപ്ഷൻ ബി ഗ്രൂവ്ഡ് റെയിൽ, ഓപ്ഷൻ സി ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ, ഫ്ലാറ്റ് ബോട്ടം റെയിൽ, ഓപ്ഷൻ ഡി ബാർലോഡ് റെയിൽ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി നമുക്കറിയാവുന്നതാണ്, ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിലാണ് നമ്മൾ റെയിൽവേസിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, the percentage of voids in a sample of aggregate which is compacted in a standard manner is known as.
ഒരു സ്റ്റാൻഡേർഡ് മാനറിൽ കോമ്പാക്ട് ചെയ്തിട്ടുള്ള ഒരു സാമ്പിൾ ഓഫ് അഗ്രിഗേറ്റിൻ്റെ പെർസെൻറ്റേജ് ഓഫ് വോയിഡ്സിനെ നമ്മൾ പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ഇൻഡെക്സ് നമ്പർ, ഓപ്ഷൻ സി ഷേപ്പ് നമ്പർ, ഓപ്ഷൻ ബി ആംഗുലാരിറ്റി നമ്പർ ആൻഡ് ഓപ്ഷൻ ഡി യൂണിഫോമിറ്റി നമ്പർ. ഓപ്ഷൻ ബി ആംഗുലാരിറ്റി നമ്പർ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. If sleeper density is n+4 for a broad gauge railway track, what will be the number of sleepers required for 1 kilometer of railway track if the length of one rail for a broad gauge is 13 meter? Options തന്നിട്ടുള്ളത് 1118, ഓപ്ഷൻ ബി 1200, ഓപ്ഷൻ സി 1308 ആൻഡ് ഓപ്ഷൻ ഡി 1700. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? n+4 ആണ് എന്ന് തന്നിട്ടുണ്ട് സ്ലീപ്പർ ഡെൻസിറ്റി. ഒരു സ്ലീപ്പർ ലെങ്ത് ഒരു ബ്രോഡ് ഗേജിൻ്റെ ഇത് ലെങ്ത്ത് വൺ റെയിലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 13 ആണ്. ദാറ്റ് മീൻസ് n = 13 ആണ്. അപ്പോൾ നമ്മൾ n+4 കാണുമ്പോൾ 13 + 4 17 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എന്താണ്? ഒരു മീറ്റർ ലെങ്ത്തിൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് റെയിൽസ് എന്ന് പറയുന്നത് 17 ആണ്. ഒരു റെയിൽ ലെങ്ത്തിൽ എത്രയാണ്? 17 സ്ലീപ്പേഴ്സാണ് നമുക്ക് ആവശ്യമായിട്ട്. ഒരു റെയിൽവേ ലെങ്ത്തിന് നമുക്ക് 17 സ്ലീപ്പേഴ്സാണ് ആവശ്യമായിട്ട് വരുന്നത്. നമുക്കിവിടെ കാണാനുള്ളത് ഫോർ 1 കിലോമീറ്റർ ആണ്. അപ്പോൾ 17/13 × 1 കിലോമീറ്റർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1308 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ സി 1308 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. Okay, then recommended land width for expressways is option A 50 to 60 meter, option B 20 to 30 meter, option C 30 to 40 meter and option D 10 to 20 meter. അപ്പോൾ എക്സ്പ്രസ്വേസിന് ആവശ്യമായ ലാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 50 to 60 meter ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ. The defined path fixed on an aerodromes established for the aircraft to travel from one place to another. Option A transient apron, option B runway, option C taxiway and option D none of the above. നമുക്കറിയാം മൂവ്മെൻറ്റിന് എയർക്രാഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ് ട്രാവൽ ടു വൺ പ്ലേസ് ടു അനദർ പ്ലേസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടാക്സിവേ ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 98th ക്വസ്റ്റ്യൻ നോക്കാം. The percentage by weight of the aggregate whose thickness is less than 3/5 of their mean dimension. Option A angularity index, option B elongation index, option C flakiness index and option D roughness index. ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി flakiness index ആണ്. Next one. The desire lines in traffic survey is plotted based on which of the following data? Option A classified volume, option B accident, option C speed and delay and option D origin and destination. അപ്പോൾ ഇവിടെ ഡിസയർ ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. Then the standard plate size in a plate bearing test. ഒരു പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റിൽ for finding modulus of subgrade reaction K value is. പ്ലേറ്റ് ബിയറിംഗ് ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന പ്ലേറ്റിൻ്റെ സ്റ്റാൻഡേർഡ് സൈസാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് പ്ലേറ്റിൻ്റെ സൈസാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 100 സെൻറ്റിമീറ്റർ ഡയമീറ്റർ, ഓപ്ഷൻ ബി 30 സെൻറ്റിമീറ്റർ ഡയമീറ്റർ, ഓപ്ഷൻ സി 75 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി 50 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 75 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ 50 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് 81 ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി 61th ക്വസ്റ്റ്യൻ നോക്കാം ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട്.
ഓക്കെ, അപ്പോൾ നമുക്കിനി 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ എ ടൗൺ വിത്ത് പോപ്പുലേഷൻ 40,000 ദ ആവറേജ് ഡെയിലി ഡിമാൻഡ് ഈസ് 200 liters per capita per day and fire demand 5 ഡിമാൻഡ് എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഇറ്റ് ഈസ് ഫയർ ഡിമാൻഡ് ഈസ് 4,000 liters per minute. ദ പീക്ക് ഡിമാൻഡ് ഈസ് ഓപ്ഷൻ എ 27.36 million liters per day, option B 20.16 million liters per day, option C 21.6 million liters per day and option D 37.92 million liters per day. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 21.6 million liters per day ആണ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനൊക്കെ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റോട്ടറി പമ്പ്സ് ആർ ക്ലാസിഫൈഡ് അണ്ടർ impulse pumps, option B displacement pumps, option C reciprocating pump and option D centrifugal pump. അപ്പോൾ റോട്ടറി പമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിൻ്റെ അണ്ടറിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സെൻട്രിഫ്യൂഗൽ പമ്പ് ഈസ് റിക്വയർഡ് ടു ലിഫ്റ്റ് 1.5 cubic meters of water per second to a height of 7 meters. If total losses in the pipes is 0.5 meters, the minimum HP of the driving engine to run the pump is, assume efficiency as 60%. Option A 300 HP, option B 200 HP, option C 250 HP and option D 150 HP. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്? efficiency eta equal to water power by shaft power into 100 ആണ്. ഇവിടെ ഈറ്റ 60% ആണെന്ന് തന്നിട്ടുണ്ട്. വാട്ടർ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റോ ജി ക്യൂ ഇൻറ്റു എച്ച് പ്ലസ് എച്ച് എഫ്. ഓക്കെ, അപ്പോൾ ഇതിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഷാഫ്റ്റ് പവർ ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ എഫിഷ്യൻസി 60% തന്നിട്ടുണ്ട്. 60% ഈക്വൽ ടു 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഡിസ്ചാർജ് 1.5 പ്ലസ് 7 പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ ഷാഫ്റ്റ് പവർ ഇൻറ്റു 100. ഇതിൽ നിന്നും നമുക്ക് ഷാഫ്റ്റ് പവർ ഈക്വൽ ടു 246.5 HP എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 250 ആക്കി എടുക്കാം. നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് 250 HP ആയി. ഇത് നമുക്കിവിടെ ചെയ്ത് വരുമ്പോൾ ആദ്യം വാട്ട്സിലാണ് ആൻസർ കിട്ടുക. അതിനെ നമ്മൾ HP യിലേക്ക് മാറ്റുമ്പോൾ 246.5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി 250 HP ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A continuous flow settling tank has the following parameters: length of settling zone equal to L, depth of water in settling zone equal to H, horizontal velocity of flow water equal to V, then settling velocity of particle equal to Vs. The condition for a particle to enter the sludge zone is, ഓപ്ഷൻ എ തന്നിട്ടുള്ള എന്താണ്? L by V greater than H by Vs, ഓപ്ഷൻ ബി L by V less than H by Vs, ഓപ്ഷൻ സി L by Vs greater than H by V ആൻഡ് ഓപ്ഷൻ ഡി L by Vs ലെസ് ദാൻ H by V. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഒരു സ്ലഡ്ജ് സോണിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ട പാർട്ടിക്കിളിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് L by V greater than H by Vs ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Then the coagulant which can be used for treating water to be used in boilers. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കൊയാഗുലൻ്റ് ആലം ആണെന്ന് നമുക്കറിയാം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബോയിലേഴ്സിൽ യൂസ് ചെയ്യുന്ന കൊയാഗുലൻ്റ് ആണ്. ഓപ്ഷൻ എ ഫെറിക് ക്ലോറൈഡ്, ഓപ്ഷൻ ബി ആലം, ഓപ്ഷൻ സി ഫെറിക് സൾഫേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി സോഡിയം അലുമിനേറ്റ്. അപ്പോൾ ബോയിലേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൊയാഗുലൻ്റ് ഈസ് സോഡിയം അലുമിനേറ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ട് വരുന്നത്. Next one, the proportionate depth of a sewer of diameter D running partially full at depth D and having a as central angle alpha as central angle in degree is.
ഓപ്ഷൻ എ 1/2 1 മൈനസ് സൈൻ ആൽഫ ബൈ 2, ഓപ്ഷൻ ബി 1/2 1 മൈനസ് സീക്ക് ആൽഫ ബൈ 2, ഓപ്ഷൻ സി 1/2 1 മൈനസ് ടാൻ ആൽഫ ബൈ 2 ആൻഡ് ഓപ്ഷൻ ഡി 1/2 1 മൈനസ് കോസ് ആൽഫ ബൈ 2. അപ്പോൾ ഈ ഒരു കേസിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1/2 1 മൈനസ് കോസ് ആൽഫ ബൈ 2 എന്നുള്ള ആൻസറാണ്. നെക്സ്റ്റ് വൺ, a 25 ml of sewage is diluted to 250 ml. DO concentration of diluted sample at the beginning of BOD test was 80 mg per liter and 6 mg per liter. After 5 days incubation at 20 degrees Celsius, the corresponding DO values for the dilution water were 8.2 mg per liter and 8 mg per liter. Then the BOD of the sewage is option A 18.2 mg per liter, option B 20 mg per liter, option C 182 mg per liter and option D 200 mg per liter. അപ്പോൾ ഇവിടെ നമുക്ക് BOD കാണാനുള്ള ഇക്വേഷൻ ഈസ് BOD ഈക്വൽ ടു D1 മൈനസ് D2 മൈനസ് B1 മൈനസ് B2 ഡിവൈഡഡ് P ഇൻറ്റു F എന്നുള്ളതാണ്. ഇവിടെ D1ൻ്റെ വാല്യൂ 8 ആണ്, D1 ഈസ് 8, D2ൻ്റെ വാല്യൂ 6 ആണ്. ദെൻ B1ൻ്റെ വാല്യൂ ആണ് 8.2 എന്ന് പറയുന്നത്, B2 ആണ് 8 mg per liter എന്ന് പറയുന്നത്, P എന്ന് വെച്ചാൽ 25/250 ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 1/10 എന്ന് കിട്ടും ആൻഡ് F ഈക്വൽ ടു 1/P ആണ്, അത് 9/10 എന്ന് കിട്ടും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 8/6 മൈനസ് 8.2 മൈനസ് 8 ഇൻറ്റു 1/10 ആണ് P എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ Fൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് P ആണ്, ദാറ്റ് ഈസ് 1 മൈനസ് 1/10 9/10 കിട്ടും. അപ്പോൾ ഇൻറ്റു 9/10 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 18.2 mg per liter എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ 18.2 mg per liter എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ 58th ക്വസ്റ്റ്യൻ ആണ്. ഡംപിങ് ഈസ് അവോയ്ഡഡ് ആസ് എ ഡിസ്പോസൽ മെത്തേഡ് വെൻ സ്ക്രീനിങ്സ് ആർ ഫ്രം medium and coarse screens, option B coarse screens, option C screens with shredders and option D medium and fine screens. അപ്പോൾ നമ്മൾ സ്ക്രീൻസ് വിത്ത് ഷെഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്ക്രീനിൽ നിന്നാണ് പാർട്ടിക്കിൾ വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണ്ട, ഡിസ്പോസൽ മെത്തേഡ് ആവശ്യമായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി സ്ക്രീൻസ് വിത്ത് ഷ്രെഡേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, a circular tricking filter is treating 5 million liters of sewage per day. The BOD is 100 mg per liter. The organic loading rate is 1000 kg per hectare meter day. The hydraulic loading rate is 25 million liters per hectares per day and the effective depth of filter is option A 2 meter, option B 2.5 meter, option C 1.5 meter and option D 2.2 meter. അപ്പോൾ നമുക്കറിയാം എന്താണ് ട്രിക്കിംഗ് ഫിൽറ്ററിൻ്റെ ട്രീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 million ലിറ്റേഴ്സ് ഓഫ് സീവേജ് പെർ ഡേ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ എന്തുണ്ട്, BOD എന്നിട്ട് 100 mg per liter ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ BOD കാണാം. ടോട്ടൽ BOD കാണാൻ എന്ത് ചെയ്താൽ മതി, 5 × 100 ചെയ്യാം. ദാറ്റ് ഈസ് 5 × 5 million liters ആണ് കേട്ടോ, 5 million liters ആണ്. അപ്പോൾ നമുക്കിവിടെ 5 × 10⁶ മില്യണിനെ നമ്മൾ ലിറ്ററിലേക്ക് മാറ്റുകയാണ്, ലിറ്റേഴ്സ് പെർ ഡേ ഇൻറ്റു 100 mg per liter എന്ന് കിട്ടും. അത് നമുക്ക് എത്ര കിട്ടും, 500 kg per day എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇനി വോളിയം ഓഫ് ഫിൽട്രേഷൻ ടാങ്ക്, വോളിയം ഓഫ് ഫിൽട്ടർ ടാങ്ക് എന്ന് പറയുന്നത് ഫിൽട്ടർ ടാങ്ക് ഈക്വൽ ടു ടോട്ടൽ BOD നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്, അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ BOD ഡിവൈഡഡ് ബൈ ഓർഗാനിക്
ലോഡിംഗ് റേറ്റ്. ഓർഗാനിക് ലോഡിംഗ് റേറ്റ് ആണ് വിച്ച് ഇസ് ഈക്വൽ ടു 500 ആണ് ഇവിടെ കിട്ടിയ വാല്യൂ. ഓർഗാനിക് ലോഡിങ്ങിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുള്ളത് 1000 കിലോഗ്രാം ആണ്. 500/1000 ചെയ്യുമ്പോൾ നമുക്ക് 0.5 ഹെക്ടർ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇനി നമുക്ക് എന്താ കാണണം, ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, ഏരിയ കിട്ടും അല്ലേ. വോളിയം ഓഫ് ഫിൽട്ടർ ടാങ്ക് കിട്ടി, അതിൽ നിന്ന് നമുക്ക് ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി, ക്യൂ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റ് ചെയ്താൽ മതി. ഡിസ്ചാർജ് എത്രയാണ്, 5 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ ആണ്. 5 mld/25 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 0.2 ഹെക്ടേഴ്സ്. ദെൻ ഡെപ്ത് ഈക്വൽ ടു എന്ത് ചെയ്യാം, വോളിയം ബൈ ഏരിയ. നമുക്ക് കാണേണ്ടത് എന്താണ്, ഡെപ്താണ്. വോളിയം ബൈ ഏരിയ ചെയ്യാം. വോളിയം നമുക്ക് കിട്ടിയിട്ടുള്ളത് 0.5 ആണ്. 0.5 ഡിവൈഡഡ് ബൈ 0.2 വിച്ച് ഈസ് ഈക്വൽ ടു 2.5 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2.5 മീറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, highly stable atmosphere occurs when lapse rate is isothermal, option B normal, option C adiabatic and option D negative. അപ്പോൾ നമുക്ക് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കിട്ടുന്നത് ലാപ്സ് റേറ്റ് നെഗറ്റീവ് ആവുമ്പോഴാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഇനി 61 മുതൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ നമ്മൾ ബിഫോർ സിവിലിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇനി ഇപ്പോൾ ഈ ഒരു എക്സാം ടഫായിട്ടുള്ളവർ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നെക്സ്റ്റ് വരുന്ന ഇനിയിപ്പോൾ 15th നമുക്ക് ഓവർസിയർ എക്സാംസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.